വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന് കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് ഇറാൻ അവരുടെ മിസൈൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇസ്രയേലിലെ രഹസ്യാന്വേഷണ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ ആസ്ഥാനത്തിന് തൊട്ടടുത്ത് വരെ ഇറാന്റെ ആക്രമണം നടന്നു എന്ന ആ ഒരു വാർത്ത വരികയാണ്. മൊസാദിന്റെ ആസ്ഥാനവും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ പുകപടലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊസാദ് ആസ്ഥാനം തകർത്തു എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ് പ്ലാറ്റ്ഫോമുകളിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളെല്ലാം ഇത് സംബന്ധിച്ച ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും പല മേഖലകളിൽ തകർത്തു എന്ന പ്രഖ്യാപനം വരുന്നുണ്ട്. എന്നാൽ തകർത്തിട്ടില്ല, മറിച്ച് അതിന് തൊട്ടടുത്ത് വരെ ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. നമുക്ക് തൽക്കാലം ആ തരത്തിലുള്ള വാർത്തയെ മാത്രം തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ജപ്പാന്റെയും ഇറ്റലിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള G7 രാഷ്ട്രങ്ങൾ അവരുടെ ഉച്ചകോടി കാനഡയിൽ നടക്കുകയാണ്. കാനഡ ഉൾപ്പെടെ ഇതിൽ അംഗമാണ്. ഈ കാനഡയിൽ നടക്കുന്ന ഈ G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഇസ്രയേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷെ അതിൽ നമുക്ക് കൗതുകമില്ല, അത്ഭുതമില്ല. നേരത്തെ ഇറാഖിനെയും അഫ്ഗാനിനെയും ഒക്കെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഈ ആക്രമണങ്ങൾക്കൊക്കെ പിറകിൽ പിന്തുണയുമായി അല്ലെങ്കിൽ ആക്രമണത്തിന് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് സഖ്യരാഷ്ട്രം എന്ന പോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഈ G7 രാഷ്ട്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ മേൽ എന്തൊക്കെയാണോ അമേരിക്ക കരുതൽ നടത്തുക, ആ കരുതലുകൾക്കൊക്കെ സർവ്വ പിന്തുണയും പ്രഖ്യാപിക്കുക എന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതല്ല. അത് നമ്മൾ മറിച്ചൊന്നും ചിന്തിക്കേണ്ടതുമില്ല. കാരണം അവരത് ആ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഏതായിരുന്നാലും G7 രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ചൈന ഇറാന് പിന്തുണ നൽകി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ ലബനാനെയും അതോടൊപ്പം തന്നെ ജോർദാനയിലെയും ഒക്കെ മാധ്യമപ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനകത്ത് വലിയ ഒരു മാധ്യമ സെൻസറിങ് ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാതിരിക്കുവാനുള്ള പദ്ധതികൾ ഇസ്രയേൽ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ വിവരണങ്ങളോ ഒന്നും തന്നെ ഇസ്രയേലിലെ പൗരന്മാർക്ക് പോലും പങ്കുവെക്കാൻ പാടില്ല എന്ന തരത്തിലും, അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ഇൻ്റർനെറ്റുകൾക്ക് പരിമിതികൾ ഏർപ്പെടുത്തുക പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇസ്രയേലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ജോർദാനും അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന ലെബനനും ഒക്കെ കടന്നുകൊണ്ടാണ് മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാലാമത്തെ F-35 യുദ്ധവിമാനത്തേക്കും വെടിവെച്ചിട്ടു എന്ന ഒരു വാർത്ത വളരെ വിശ്വസനീയമായ രീതിയിൽ വരുന്നു. അത് ഇറാൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തബ്രീസിലാണ് ഈ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. കൂടാതെ തബ്രീസിൽ തന്നെ 2 കോമ്പാക്ട് ഡ്രോണുകൾ തകർത്തതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസവും F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെ 4 F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശം ഉന്നയിക്കുന്നു. ലോക്ക് ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റ്നിങ് 2 യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നായിരുന്നു ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. US-ന്റെ ഏറ്റവും നൂതനവും 5ാം തലമുറയിൽപ്പെട്ടതുമായ യുദ്ധവിമാനം എന്നാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. $90 ദശലക്ഷം അഥവാ ഏകദേശം 7 ബില്യൺ രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇറാൻ സൈന്യം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുകൂടി നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. യുദ്ധവിമാനം ഇറാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. തുടർന്ന് പൈലറ്റിനെ പാരച്യൂട്ട് ഉപയോഗിച്ച് താഴെയിറക്കി. പൈലറ്റ് ഇറങ്ങിയ ഉടൻ തന്നെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ
പിടികൂടി എന്നതായും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടുകൾ വിശ്വസനീയമായ രീതിയിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ആ സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത മുന്നോട്ട് വെക്കുന്നത്. 90 ദശലക്ഷം ഡോളറാണ് വെടിവെച്ചിട്ടതായി പറയപ്പെടുന്ന US വിമാനത്തിന്റെ വില. അതായത് ഇറാന്റെ അവകാശവാദം ശരിയാണെങ്കിൽ ഈ ആക്രമണത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇസ്രായേലിന് 15 ബില്യൺ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം ആരംഭിക്കുന്നത്. ടെല്ലവീവ് അടക്കമുള്ള നഗരങ്ങളിലേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇറാൻ ആക്രമണം തുടങ്ങിയതോടെ ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുവാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകുന്നു. ബങ്കറുകളിൽ ഇസ്രായേലികൾ ഒളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ 4-ാം ദിവസം രാത്രിയിൽ അല്പമൊന്ന് ഇറാൻ അവരുടെ മിസൈലുകൾ പതിക്കുന്നത് കുറച്ചു എങ്കിലും 5-ാം ദിവസം പുലർച്ചയോടുകൂടി തന്നെ, അഥവാ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ ഇറാൻ ഇസ്രായേലിന് നേരെ വീണ്ടും പുനരാരംഭിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെല്ലവീവിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സൈറണുകൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജെറുസലേമിലും സ്ഫോടനമുണ്ടായി. ഇവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. നേരത്തെ ദ ഹാരറ്റ്സിലാണെങ്കിലും ജെറുസലേം പോസ്റ്റിലാണെങ്കിലും ഒക്കെ അവർ നൽകാൻ കഴിയുന്ന വാർത്തകളെങ്കിലും നൽകി വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അപ്ഡേഷനുകൾ അവരിപ്പോൾ കുറച്ചിട്ടുണ്ട് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തങ്ങൾക്കെതിരായ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം ഉണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് അവർ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം മിസൈലുകളെ തടയുന്നുണ്ടെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. എന്നാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തങ്ങൾ ആക്രമിച്ചു എന്നും അത് തകർത്തു എന്നും അതിനെല്ലാം വകച്ചു മാറ്റിക്കൊണ്ടാണ് തങ്ങളുടെ മിസൈലുകൾ ഇത്ര സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഇറാന്റെ അവകാശവാദങ്ങൾ ശരിവെക്കുന്ന ദൃശ്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ യുദ്ധം അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് G7 രാഷ്ട്രങ്ങൾ കൂടി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ G7 രാഷ്ട്രങ്ങൾ ഇനി എങ്ങനെ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൂടെ ചേരും? അമേരിക്ക മുന്നിൽ നിൽക്കും, അതിന് പിറകിൽ മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ചേരും. അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ആക്രമണം ഇറാന് നേരെ നടക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ബെഞ്ചമിൻ നെതന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, ആയത്തുള്ള ഖാംനെയിയെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം ഇവിടെ നിൽക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും മിസൈലുകൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറാന്റെ ഒരു ജെറ്റ് വിമാനം ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിനകത്ത് പ്രവേശിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തരത്തിൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുമ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്ന തകർത്തു അല്ലെങ്കിൽ ഞങ്ങൾ തടഞ്ഞു നിർത്തി എന്ന് ഇസ്രായേൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ തീർത്തും പൊള്ളയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വിലയിരുത്തലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും രൂക്ഷമായ ആക്രമണം തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടക്കുന്നു. ഇതൊരു മറ്റൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്.